ഞങ്ങൾ പുതിയ റൂമിലെ കാർപ്പറ്റ് ഇടുന്നത് പരിപാടിയാണ്. കാർപ്പറ്റൊക്കെ ഇട്ട് സെറ്റൊക്കെ ഇട്ടിട്ട് നോക്കാം. കാർപ്പറ്റ് ഇട്ടു, ഇവിടെ കാർപ്പറ്റ് ഇട്ടു. ഈ റൂമിൽ ഓൾറെഡി കാർപ്പറ്റ് ഇട്ട് കഴിഞ്ഞു. ഇതാ നമ്മുടെ ഹോള് ഇവിടെ അവിടെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഭംഗിയല്ലേ, സൂപ്പർ. ഈ കാർപ്പറ്റ് മേടിച്ച് ഞങ്ങൾ ഫ്രൈഡേ മാർക്കറ്റിൽ നട്ടോ. ഫ്രൈഡേ മാർക്കറ്റിൽ ഇത് മേടിക്കുന്ന സംഭവം നമ്മൾ വലിയൊരു സംഭവമായിരുന്നു. ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടല്ലേ. നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ പഴയ റൂമിൽ ചെറിയ കിച്ചണായിരുന്നു. ഇത് നല്ല വലിപ്പമുള്ള കിച്ചൺ കിട്ടി. അതുപോലെ നമ്മുടെ ബാത്റൂം കിട്ടും. ഒരു ബാത്ത് അറ്റാച്ച് ഇതുള്ള സംഭവം ഉള്ളതുണ്ട്. പിന്നെ നമ്മുടെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ ഇത് റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ഇവിടെ വലിയ ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പുതിയ ഫ്ലാറ്റ്. 4 ബെഡ് ഇടാം. 8 പേരുണ്ട് ഞങ്ങളിവിടെ. മാഷാ അല്ലാ, സൂപ്പർ. അപ്പൊ അടുത്ത നമ്മൾ ഇങ്ങോട്ട് താമസം മാറും. ഇതാണ് ബാൽക്കണി. ഈ റൂമിന്റെ ബാൽക്കണിയാണ്. ഇവിടെ കാർപ്പറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കണ്ട. അപ്പോൾ ഇന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ പുതിയ ഫ്ലാറ്റിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ്. ഇതിൻ്റെ 3ാമത്തെ ഫ്ലോറിലാണ് ഞങ്ങളുള്ളത് കേട്ടോ. ഇവിടെ ഒരു മാസമായിട്ടുള്ള ഇവിടെ വന്നിട്ട്. ഹായ് എല്ലാ കൂട്ടുകാർക്കും ഷിമർ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എനിക്കറിയാം കുറേ ദിവസമായി വീഡിയോസൊക്കെ വന്നിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. കുവൈത്തിൽ വൈകുന്നേരം കർഫ്യൂ ആണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് തന്നെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. വൈകുന്നേരം പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ഒരു 5 മണി അല്ലെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കർഫ്യൂ തുടങ്ങും. ഇപ്പോൾ നോമ്പൊക്കെയാണ്. അപ്പോൾ വീഡിയോ അതുകൊണ്ടൊക്കെയാണ് വരാൻ പറ്റാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ പുതിയ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് മാറിയിട്ട് ഏതാണ്ട് 1 മാസം കഴിഞ്ഞു. നോമ്പിനൊക്കെ തൊട്ട് മുമ്പായിട്ടാണ് ഇങ്ങോട്ട് താമസം മാറിയത്. അപ്പോൾ ഇങ്ങോട്ട് താമസം മാറുമെന്ന് പറഞ്ഞാൽ വളരെയധികം സംഭവബഹുലമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കുറേ സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക്, ഈ ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ബ്ലോക്ക് 10-ൽ, സ്ട്രീറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഇവിടെ ദബ്ബൂസിൻ്റെ ഒക്കെ കുറച്ച് വില്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചേർന്നിട്ടായിട്ടുള്ളൊരു സ്ട്രീറ്റിലാണ് ബ്ലോക്ക് 10-ൽ. ഞങ്ങൾ നേരത്തെ താമസിച്ചത് ബ്ലോക്ക് 9-ലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടുന്ന് മാറാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 3 ബെഡ്റൂം ഫ്ലാറ്റ് ആയിരുന്നു. വാടക 370 AD വാടകയായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾക്ക് 2 റൂമിലേക്കുള്ള ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധിയൊക്കെ ഉള്ളത് കൊണ്ട് നാട്ടിൽ പോയി കുറേ ബാച്ചിലേഴ്സിന് കിട്ടാനില്ല. നമ്മൾ റൂമിൽ ആളുകൾ കുറേ അന്വേഷിച്ചു, ആളുകൾ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വാടകയുടെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും അവിടുന്ന് മാറാൻ നിർബന്ധിതരായി. അപ്പോൾ അങ്ങനെ അവിടെ മാറാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റൊക്കെ അന്വേഷിച്ചു. ഞങ്ങൾ ഈ ഫ്ലാറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്തു. തൊട്ടടുത്ത് തന്നെ ഫ്ലാറ്റൊക്കെ എടുത്ത് അവിടുത്തെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് കാർപ്പറ്റൊക്കെ ഇട്ടു. എല്ലാം ചെയ്തിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അവിടെ നെറ്റ് കിട്ടുന്നില്ല. അതായത് സിഗ്നൽ ഭയങ്കര വീക്കാണ്, നെറ്റ് കിട്ടുന്നില്ല, നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടായില്ല. ഞങ്ങളുടെ വാടകയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റൊക്കെ എഴുതി എഗ്രിമെൻ്റൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ നെറ്റിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ അങ്ങോട്ട് പോകണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫ്ലാറ്റ് വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ഫ്ലാറ്റ് കിട്ടി. ബ്ലോക്ക് 10-ൽ ഈ ഒരു ഫ്ലാറ്റ് കിട്ടിയത്, ഇങ്ങോട്ട് മാറുകയും ചെയ്തത്. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ പകുതി വാടക അവിടെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നിടത്തും ഒരു പകുതി റെൻറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ 1 മാസം ഇങ്ങോട്ട് മാറിയത്. കാരണം വെച്ചാൽ ഇവിടെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കണേ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറേ സ്ട്രഗിളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബിൽഡിങ്ങാണ്, നല്ല ഫ്ലാറ്റാണ്, പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ. നല്ല 2 ബെഡ്റൂം ആണെങ്കിലും 2 ബെഡ്റൂമിൽ നല്ല സൗകര്യമുണ്ട്. 4 ബെഡൊക്കെ ഇട്ടാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്, വലിയ കിച്ചൺ, ഹാള്, അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടൊരു ഫ്ലാറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഫ്ലാറ്റിലെ വിശേഷങ്ങളാണ്. ഇവിടുത്തെ ചെറിയ ഫ്ലാറ്റ് ടൂർ അല്ല, ഹോം ടൂറാണ്. അതുപോലെ തന്നെ ഇഫ്താർ, നോമ്പ് തുറ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ ഇടുക, അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ റൂമിലാട്ടോ. ഞങ്ങളിവിടെ 4 പേരാണ്, 4 ബെഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ
എൻ്റെ റൂമിലെ കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇതാ നോക്ക്, എൻ്റെ ബെഡാണിത്. ഞാനാണ് ഇവിടെ കിടക്കുന്നത്, കണ്ടില്ലേ. അപ്പം അങ്ങനെ ഇത് നോമ്പ് തുറക്കാൻ നേരത്തെ കിട്ടുന്ന വെള്ളമൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ. ഇവിടെ ചെറിയൊരു ലൈവ് പ്ലാന്റ് അല്ല കേട്ടോ, ഇതൊരു ചെറിയൊരു ആർട്ടിഫിഷ്യലാണ് ഒരു പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഇതുണ്ടല്ലേ. ഇതാണ് പുറത്ത് നേരെ മെക്ക സ്ട്രീറ്റാണ് നേരെ ആ സൈഡിൽ കാണുന്നത്. സൂക്സിബയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾ നേരെ ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അപ്പുറത്തെ റൂമിൻ്റെ അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് അപ്പുറത്തെ റൂമിൽ പോകാം. അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൗണ്ട് ഉണ്ടാക്കില്ല, ഞാൻ സംസാരിക്കില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലൈറ്റും കുറവുണ്ടാവും, കുഴപ്പമില്ല കേട്ടോ. അടുത്തത് നമുക്ക് ഞങ്ങളുടെ ഹോള് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഹോളിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുണ്ട് റൂമിൻ്റെ. അതുപോലെ തന്നെ വലിപ്പമുള്ള നീളത്തിലല്ല, ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു എൻട്രൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ മേളിൽ വോളിൽ നമ്മളൊരു നല്ലൊരു പെയിൻറ്റിങ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു പഴയ അറബിക് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഹോളിൽ ഒരു മക്തബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, പിന്നെ ബുക്സ് മറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു മക്തബ്. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു മക്തബ് ഇത്. അതുപോലെ തന്നെ റൂമിൽ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ഒരു ഫ്രൈഡേ മാർക്കറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ മേടിക്കാൻ പോകുന്ന ഒരു ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. നമുക്ക് ഇവിടത്തേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് ഫ്രൈഡേ മാർക്കറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു TV ഇരിപ്പുണ്ട്. വാളിൽ നമ്മൾ ചെറിയൊരു പെയിൻറ്റിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് വരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ്. ഇനി നമുക്ക് ഞങ്ങളുടെ കിച്ചൺ കാണാം. കിച്ചൺ ഇതാണ് കിച്ചൺ കേട്ടോ. വലിയ കിച്ചണാണ്, അത്യാവശ്യം വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കിച്ചണാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, കുറേ കബോർഡ്സും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫിനിഷിംഗ് ആണ്. നല്ല പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് എല്ലാം നല്ല പുത്തൻ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ ഫാമിലി താമസിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവരിപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഫാമിലികളൊക്കെ ഒഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ബാച്ചിലേഴ്സിനെ കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, പിന്നെ എപ്പോഴും അറിയാമല്ലോ, നമ്മുടെ ഫാമിലി റൂം പോലെ ആയിരിക്കില്ല ബാച്ചിലേഴ്സിൻ്റെ ഒരു ലിവിങ് സെറ്റപ്പ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും എല്ലാ ബാച്ച് റൂമിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഫാമിലി ബാച്ചോ അങ്ങനെ രണ്ട് രീതിയിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, കുറവും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാച്ച് റൂമിൽ പ്രത്യേകിച്ചും ഉണ്ടാകും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുക്കുണ്ട്. അപ്പോൾ അയാൾ ഈ സ്റ്റൗവാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു കുക്കിംഗ് റേഞ്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഉപയോഗിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കുറച്ചും കൂടെ എളുപ്പം ഈ സ്റ്റൗ ആയതുകൊണ്ട് നമ്മൾ ഇതും കൂടെ ഇവിടെ വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കെറ്റിലുണ്ട്, ഗ്ലാസ്സൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതുണ്ട്. ഇപ്പം ഇന്ന് ജ്യൂസ് അടിക്കാനായിട്ടുള്ള പാൽ, നോമ്പ് തുറക്കില്ല, അപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കാനായിട്ടുള്ള പാൽ, 2 പാലാണ് നമ്മൾ ഇതുപോലത്തെ അടിക്കുന്നത്. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ തണുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. ഇനിയുള്ളത് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും വ്യത്യസ്തമായിട്ടുള്ള നോമ്പ് തുറകളാണ്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ജ്യൂസ്, അതെന്തെങ്കിലും ജ്യൂസ് ഉണ്ടാവും, പിന്നെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ ചെറിയ രീതിയിലുള്ള നോമ്പ് തുറയ്ക്കായിരുന്നു ഞങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ ഫുഡ്, നോമ്പ് തുറക്ക് ശേഷമുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ബോക്സ് വരെയായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചിക്കൻ വിഭവം ഉണ്ടാവും, മജ്ബൂസോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാനായിട്ട് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ നോമ്പ് തുറക്കാനായിട്ട് 1-2 നോമ്പ് തുറ പരിപാടികളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ
ഞങ്ങളുടെ റൂമിൽ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് മാത്രം ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള നോമ്പുതുറ പരിപാടികളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ പുതിയ റൂമിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ നോമ്പായതുകൊണ്ട് ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ അവരെയൊക്കെ വിളിച്ചു, ചെറിയ രീതിയിലൊക്കെ നോമ്പുതുറ സംഘടിപ്പിച്ചത്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവം, നല്ലൊരു രസകരമായിരുന്നു ഓരോ ദിവസവും നോമ്പുതുറക്കൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിലെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ റൂമിലെ ആദ്യത്തെ നോമ്പുതുറയാണ്. പുതിയ റൂമിലെ നോമ്പുതുറക്ക് നമ്മുടെ പഴയ അല്ല നോമ്പുതുറ അല്ല തുറപ്പിക്കുക, നോമ്പ് തുറപ്പിക്കില്ല. ഇതാ നമ്മുടെ പഴയ റൂംമേറ്റ്സ്, നമ്മുടെ ഫഹദ് ഉണ്ട്, അക്കീബുണ്ട്, നമ്മുടെ ജിൽബായ് ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി വിഭവങ്ങളൊക്കെയാണ്. ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ചായ, അങ്ങനെ സമൃദ്ധമായിട്ടുള്ള ഇനി ചായ കടിയൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് കേട്ടോ. ഇന്നത്തെ അവസാനത്തെ നോമ്പിന്റെ തയ്യാറെടുപ്പൊക്കെയാണ് നടക്കുന്നത്. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തണ്ണിമത്തം കട്ട് ചെയ്യുന്നു. നമ്മുടെ ഗഫൂർ MK ആണ് ഇന്നത്തെ അവസാനത്തെ, അല്ല തുടങ്ങിയത് നിങ്ങളല്ലേ നോമ്പിന്റെ? ഇല്ലില്ല, ഗഫൂർ MKയും അതുപോലെ തന്നെ നമ്മുടെ ഖാലിദ് സാഹിബാണ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇല്ല അതാ ഇവിടെ കാര്യമായിട്ടുള്ള ലാസ്റ്റ് നോമ്പ് ലാസ്റ്റ് ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള വിഭവമാണ്. നമ്മുടെ ഖാലിദ് സാഹിബിന്റെ ചിക്കൻ മന്തിയാണ് നമ്മൾ ലാസ്റ്റ് എന്ന് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മള് നോമ്പിന്റെ, അപ്പൊ നോമ്പ് അവസാന ദിവസമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണിത്. അപ്പോൾ മന്തി അതുപോലെ തന്നെ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ആയിട്ട് അടിപൊളി ദിവസമാണ്. അപ്പോൾ നമ്മുടെ മന്തി, ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് ലാസ്റ്റിന്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടെ നമ്മുടെ ഖാലിദ് സാഹിബ് ഉണ്ടാക്കിയത്. ചട്നി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇതെന്താണ് എല്ലാ ചപ്പൊക്കെ ഇടയൊക്കെ അവിടെ ചട്നി ഉണ്ട്. നമ്മുടെ ദമ്മ് പൊട്ടിച്ച ഇവിടെയാണ് റൈസ്, പിന്നെ ചിക്കൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളിന്ന് നോമ്പ് ലാസ്റ്റായിട്ട് നമ്മളിന്ന് മന്തിയിൽ, ചിക്കൻ മന്തിയിൽ നമ്മളിന്ന് നോമ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ പെരുന്നാള് ആണ്. എല്ലാവർക്കും ഈദ് മുബാറക്. കണ്ടില്ലേ എല്ലാരും എന്താ നാളെന്താണ് കണ്ടില്ലേ ഇവിടെ എല്ലാരും എന്താ. അപ്പൊ നമ്മളിന്ന് ലാസ്റ്റ് ദിവസമായിട്ട്, നോമ്പിന്റെ ലാസ്റ്റ് ദിവസമായിട്ട് ഇവിടെ കണ്ടില്ലേ ചിക്കൻ മന്തി ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. ടേസ്റ്റി. എന്തായാലും നോമ്പ് 30 നമുക്ക് ഇതുപോലെ ചിക്കൻ മജ്ബൂസ്, ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു. എന്തായാലും നമ്മള് ഹോംലി ആയിട്ട് വീട്ടിലുണ്ടാക്കിയ ഒരു മന്തി, ചിക്കൻ മന്തി. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, عيدك مبارك، كل عام وانتم بخير. عيد مبارك، كل عام وانتم بخير. منكم അപ്പോൾ ഞങ്ങളുടെ ഈ കൊല്ലത്തെ പെരുന്നാൾ നിസ്കാരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റൂമിലാണ് നിസ്കരിക്കാൻ പറ്റിയത്. കാര്യം ഈ ഒരു കോവിഡ് തുടങ്ങിയിട്ട് നമുക്ക് റൂമിലൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം അൽഹംദുലില്ലാ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ, നിയന്ത്രണങ്ങളൊക്കെ മാറ്റി. കോവിഡിൻ്റെ കേസുകളൊക്കെ കുവൈത്തിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ നിസ്കാരം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തുകൂടിയേക്കാണ് ഇവിടെ. ഫഹൈൽ ഇവിടെ ഡബ്ബൂസിൻ്റെ അവിടെ അല്ലേ, ദാറുൽ ഖുർആൻ മസ്ജിദ് അല്ലേ ഇവിടെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമസ്കാരം കഴിഞ്ഞു. എല്ലാവർക്കും ഈദ് മുബാറക്ക്, സേഫായിട്ട് ഇരിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ റൂംമേറ്റ്സ് ഒക്കെയാണ് ഈ ഇവിടെ ഉള്ളത് കേട്ടോ. അതാ കണ്ടില്ലേ, നമ്മളെല്ലാവരും ഉണ്ട്. ഇതാ ഒരാളിവിടെ മാറി നിൽക്കുകയാണ്, ഇതിനകത്ത് പെടാതെ മാറി നിൽക്കുകയാണ്. പഴയ ഇമാമ് അല്ല, നമ്മുടെ അവിടെ വെട്ടം അവിടുന്ന് കണ്ടില്ലേ. നമ്മുടെ റൂംമേറ്റ്സ് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും വന്നിട്ടില്ല, 2 പേരും കുറവുണ്ട്. എന്തായാലും ഈ പ്രാവശ്യത്തെ ഈദ് നമസ്കാരമൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയിട്ട് തന്നെയാണ് ഈദ് നമസ്കാരമൊക്കെ ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ
എല്ലാം ഉഷാറായിട്ട് നടന്നു. അല്ല, ഇനി അടുത്ത പരിപാടി എന്താ? അടുത്ത കുനാഫ. കുനാഫ എവിടെ? തെരഞ്ഞെടുക്കണോ? എന്റെ ഫോട്ടോ എടുത്തേ. ആ വാ. ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാളിൻ്റെ ഉച്ചക്കുള്ള വിഭവങ്ങളാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ബീഫ് ഉലർത്തിയത്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കൻ പൊരിച്ചതുണ്ട്, അതുപോലെ തന്നെ അതവിടെ എല്ലാ അതുപോലെ തന്നെ ചമ്മന്തി ചട്നിയൊക്കെ ഉണ്ട്. ഇവിടെ തണ്ണിമത്തൻ ഉണ്ടല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ പെരുന്നാളിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. കണ്ടില്ലേ, അണ്ടിപ്പരിപ്പ്. എന്റെ സാറേ, അണ്ടിപ്പരിപ്പ് ഇട്ടാത്ത കംപ്ലൈന്റ് അറിയാം. കൈയിടാൻ പാടില്ല, മമ്നുവാണ്. കയ്യിൽ മമ്നുവാണ്. മന്ത്രിയാകാൻ അയ്യോ വീഡിയോ. പെരുന്നാളിന്റെ ഉച്ചക്കത്തെ മുജീബും ആസിഫും കൂടെ ചേർന്നിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. മുജീബ് ഇളക്കല് മാത്രമേ ഉള്ളൂ. ആ അപ്പോ ചോറ് റെഡിയായി. ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ മീൻ പൊരിച്ചില്ല അല്ലേ? അടിപൊളി. അത് നേരത്തെ മൂളിയതാണ്. ഇതൊക്കെ ടേസ്റ്റ് നോക്കുമ്പോ മൂളിയതാണ് അല്ലേ ആസിഫ? അവിടെ മൂളി. അടിപൊളി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ബാച്ചുലർ ഫ്ലാറ്റിലെ വിശേഷങ്ങളൊക്കെ. അത്യാവശ്യം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് അറിയാലോ, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞു. നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് വീണ്ടും കൊറോണയുടെ കേസസ് കുവൈത്തിൽ കൂടിയത്. കുവൈത്ത് നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റൊക്കെ ഇവിടെ ക്യാൻസൽ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് ലീവ് ക്യാൻസൽ ചെയ്ത് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ നാട്ടിലും കൊറോണയുടെ കേസസ് ഒരുപാട് കൂടിയിരിക്കുന്നു. ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റുകളും കുവൈത്ത്, UAE എല്ലാ രാജ്യങ്ങളും, അമേരിക്ക അടക്കം എല്ലാ രാജ്യങ്ങളും കുവൈത്തിൽ നിന്നുള്ള നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ, ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത് ആർക്കും വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഫാമിലിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ എല്ലാ പ്രവാസികളും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ കുറച്ച് എല്ലാം മാറിയതിനു ശേഷം പുറത്തേക്ക് പോകുമ്പോൾ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.